ഈ പീരീഡ്സ് എന്ന് തീരും? ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് എത്ര നാളായി. ഇതെന്താ ഇങ്ങനെ? കൊച്ചേ, നീ പോയി നിന്റെ വീട്ടിൽ നിൽക്കേ. എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ മതി. ഞാനേ വിളക്കും അമ്പലവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളാ. അമ്മ ഇതൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, പിന്നെ എന്ത് ഇങ്ങനെ? എനിക്കേ ഇങ്ങനെ ഒരു മാസം ഒന്നും നടക്കേണ്ടി വന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണാ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, പ്രാന്തിയെ പോലെ. ശ്രേയ, നീ എന്തൊന്നും കഴിക്കാതിരിക്കുന്നേ? ആദി, മര്യാദക്ക് ഈ സാധനം എടുത്തോണ്ട് പോക്കോ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഞാൻ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും ഞാൻ. എന്താ ശ്രേയ ഇത്? എനിക്കിതൊന്നും വേണ്ട. എടി, നിനക്ക് ഡയറ്റിൽ വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഇട്ടുണ്ടാക്കിയ കറിയാ, കഴിക്കങ്ങോട്ട്. വായി വയ്ക്കാൻ കൊള്ളാവുന്ന വല്ല ഭക്ഷണം ഉണ്ടാക്കി തരൂ, എനിക്കിത് പിടിക്കുന്നില്ല. അതെ, എന്റെ അമ്മ നിന്റെ വേലക്കാരിയൊന്നും അല്ല. അത് നിങ്ങൾക്ക് കയ്യില്ലേ? എനിക്കിത് മടുത്ത്. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഒരു അസുഖക്കാരി പെണ്ണിനെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടിരിക്കുന്നു. നിങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിന് പണി തന്നാന്ന് മനസ്സിലായി. എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അയ്യോ അല്ല, ആൾക്കാർ PCOS എന്ന് കേൾക്കുമ്പം ക്യാൻസർ പോലെയുള്ള എന്തോ രോഗമാണെന്നാണ് വിചാരം. പക്ഷെ അങ്ങനെയല്ല. അമ്മയും മോളും കൊള്ളാലോ, എല്ലാം ഒളിപ്പിച്ച് വെച്ച് കല്യാണം നടത്തിയിരിക്കുന്നു. പിടിച്ചപ്പോ ഓരോരോ ന്യായം പറച്ചില്ല. എന്നെ എന്റെ മോനെയും പറ്റിച്ചു. പറ്റിക്കാൻ വേണ്ടി ഒന്നും ഞങ്ങൾ നോക്കിയില്ല. PCOS എന്ന് പറയുന്ന രോഗം അത്ര വലിയ രോഗമൊന്നുമല്ല. ഇപ്പം മിക്ക പെൺപിള്ളേർക്കും ഇതൊക്കെ ഉണ്ട്.